Hi everyone, welcome to another session by Civils 360 IAS Academy. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന കറണ്ട് അഫയേഴ്സ് ടോപ്പിക് എന്ന് പറയുന്നത് ബയോഡൈവേഴ്സിറ്റി ഹെറിറ്റേജ് സൈറ്റ്സ് ആണ്. നമ്മുടെ യുനെസ്കോയുടെ ഹെറിറ്റേജ് സൈറ്റ്സ് നമ്മൾ കണ്ടു, അതുപോലെ തന്നെ നമ്മുടെ FAOൻ്റെ അഗ്രികൾച്ചറലി ഇമ്പോർട്ടൻറ്റ് ഹെറിറ്റേജ് സൈറ്റ്സ് കണ്ടു. അതുപോലെ ബയോഡൈവേഴ്സിറ്റി കൊണ്ട് ഹെറിറ്റേജ്ഡ് ആയിട്ടുള്ള സൈറ്റ്സിനെയാണ് ബയോഡൈവേഴ്സിറ്റി ഹെറിറ്റേജ് സൈറ്റ്സ് എന്ന് പറയുന്നത്. നമുക്ക് നോക്കാം എന്താണ് ബയോഡൈവേഴ്സിറ്റി ഹെറിറ്റേജ് സൈറ്റ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരുപാട് എൻഡമിക് സ്പീഷീസ് ഉള്ള, ഒരുപാട് ബയോഡൈവേഴ്സിറ്റി ഉള്ള, എക്കോളജിക്കലി വളരെ ഫ്രജൈലായിട്ടുള്ള ഒരു ലോക്കൽ കൺസർവേഷൻ റീജിയൻസിനെയാണ് ബയോഡൈവേഴ്സിറ്റി ഹെറിറ്റേജ് സൈറ്റ്സ് എന്ന് പറയുന്നത്. ഈ പറഞ്ഞ പോലെ നമ്മൾ ഒരു റീജിയണിൽ അവിടുത്തെ ലോക്കൽ കമ്മ്യൂണിറ്റീസിനെ ഇൻവോൾവ് ചെയ്യിച്ചുകൊണ്ട് നമ്മൾ ആ റീജിയൻ്റെ ബയോഡൈവേഴ്സിറ്റി അല്ലെങ്കിൽ അതിൻ്റെ എക്കോളജിക്കൽ നേച്ചറിനെ പ്രിസർവ് ചെയ്യുന്നു. അതാണ് ബയോഡൈവേഴ്സിറ്റി ഹെറിറ്റേജ് സൈറ്റ്സ് എന്ന് പറയുന്നത്. ആൻഡ് ഇത് എന്തിനാണ് നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ എൻവയോൺമെൻറ്റ് അല്ലെങ്കിൽ നമ്മുടെ എക്കോളജിക്കൽ ഇംപ്രൂവ്മെൻറ്റ്സ് ഉണ്ടാവും, അല്ലെങ്കിൽ എക്കോളജിക്കൽ പ്രിസർവേഷൻ നടക്കും. അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ ഒരു ലൈഫ് ക്വാളിറ്റിയും ഇംപ്രൂവ് ചെയ്യും. ഇനി ആരാണ്, എങ്ങനെയാണ്, എന്താണെന്നുള്ളതാണ്. അതായത് ഈ ഒരു ബയോഡൈവേഴ്സിറ്റി ഹെറിറ്റേജ് സൈറ്റ്സ് വരുന്നത് നമ്മുടെ ഇന്ത്യയുടെ ബയോഡൈവേഴ്സിറ്റി ആക്ട്, ബയോളജിക്കൽ ഡൈവേഴ്സിറ്റി ആക്ട് ഓഫ് 2002 കീഴിലാണ്. അതിന് ഇത് നോട്ടിഫൈ ചെയ്യുന്നത്, ബയോഡൈവേഴ്സിറ്റി ഹെറിറ്റേജ് സൈറ്റ്സ് നോട്ടിഫൈ ചെയ്യുന്നത് സ്റ്റേറ്റ് ഗവൺമെൻറ് ആണ്. ഓരോരോ സ്റ്റേറ്റ്സ് ആണ് തീരുമാനിക്കുന്നത് ഏതൊക്കെയാണ് ആ സ്റ്റേറ്റിൻ്റെ ബയോഡൈവേഴ്സിറ്റി ഹെറിറ്റേജ് സൈറ്റ്സ് എന്നുള്ളത്. ആൻഡ് ഇതിൻ്റെ റൂൾസ് ഫ്രെയിം ചെയ്യുന്നത്, അതായത് എങ്ങനെ വർക്ക് ചെയ്യണം, എങ്ങനെ ഇത് പ്രിസർവ് ചെയ്യണം, അതിൻ്റെ റൂൾസ് ഫ്രെയിം ചെയ്യുന്നത് സ്റ്റേറ്റ് ഗവൺമെൻറ് തന്നെയാണ് ഇൻ കൺസൾട്ടേഷൻ വിത്ത് സെൻട്രൽ ഗവൺമെൻറ്. ആൻഡ് ഇത് നമ്മൾ എങ്ങനെ സെലക്ട് ചെയ്യണം, ഏതൊക്കെ സൈറ്റ്സ് സെലക്ട് ചെയ്യണം, അത് എങ്ങനെയൊക്കെ മാനേജ് ചെയ്യണം, അതിന് അഡ്വൈസ് നൽകുന്നതാണ് നാഷണൽ ബയോഡൈവേഴ്സിറ്റി അതോറിറ്റി അല്ലെങ്കിൽ NBA എന്ന് പറയുന്നത്. ഇനി ഞാൻ പറഞ്ഞു, ഇത് ഒരു ലോക്കൽ ഏരിയാസ്, റീജിയണൽ ഏരിയാസിൽ ലോക്കലായിട്ട് ലോക്കൽ കമ്മ്യൂണിറ്റീസിനെ ഇൻവോൾവ് ചെയ്യിച്ചുകൊണ്ട് നടക്കുന്ന ഒരു പ്രൊട്ടക്ഷൻ അല്ലെങ്കിൽ കൺസർവേഷൻ പ്രോസസ്സാണ്. അപ്പോൾ ഇതിനെ മേൽനോട്ടം വഹിക്കുന്നത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് BMC ആണ്. BMC അല്ലെങ്കിൽ ബയോഡൈവേഴ്സിറ്റി മാനേജ്മെന്റ് കമ്മിറ്റീസ്. ഈ ബയോഡൈവേഴ്സിറ്റി മാനേജ്മെന്റ് കമ്മിറ്റീസ് എന്ന് പറയുന്നത് നമ്മുടെ ഈ ബയോളജിക്കൽ ഡൈവേഴ്സിറ്റി ആക്ടിന്റെ കീഴിൽ തന്നെയുള്ള ഒരു ലോക്കൽ ലെവൽ ബോഡിയാണ്. അതായത് ഏറ്റവും ടോപ്പിൽ നാഷണൽ ബയോഡൈവേഴ്സിറ്റി അതോറിറ്റി ഉണ്ട്, തൊട്ട് താഴെ സ്റ്റേറ്റ് ലെവലിൽ സ്റ്റേറ്റ് അതോറിറ്റി ഉണ്ട്, ആൻഡ് ഏറ്റവും നമ്മുടെ ലോക്കൽ ലെവലിൽ, റീജിയണൽ ലെവലിൽ കൺസർവേഷന് വേണ്ടിയിട്ടുള്ള ഒരു അതോറിറ്റിയാണ് എന്തെന്ന് പറയുന്നത്, ബയോഡൈവേഴ്സിറ്റി മാനേജ്മെന്റ് കമ്മിറ്റി എന്ന് പറയുന്നത്. അതായത് ലോക്കലായിട്ടുള്ള ആൾക്കാരെ, അവിടുത്തെ ആൾക്കാരുടെ റെപ്രസെൻറ്റേഷനോട് കൂടി നടക്കുന്നതാണ് ഈ ഒരു ബയോഡൈവേഴ്സിറ്റി മാനേജ്മെന്റ് കമ്മിറ്റി എന്ന് പറയുന്നത്. ആ ഏരിയയിലെ ബയോഡൈവേഴ്സിറ്റിയെ കുറിച്ചുള്ള നോളജ് പ്രിസർവ് ചെയ്യുക, എന്തൊക്കെ പ്ലാന്റ്സ് അല്ലെങ്കിൽ എന്തൊക്കെ എൻഡമിക് സ്പീഷീസസ് അവിടെ ഉണ്ട്, അതിനെ എങ്ങനെയൊക്കെ പ്രിസർവ് ചെയ്യാൻ പറ്റും, അതിലൊരു മേൽനോട്ടം വഹിക്കാനാണ് നമ്മൾ ഈ ഒരു BMC എന്ന് പറയുന്ന ഒരു ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ഒരു അതോറിറ്റി ഉള്ളത്. അവരാണ് നമ്മുടെ ഈ ഒരു ബയോഡൈവേഴ്സിറ്റി ഹെറിറ്റേജ് സൈറ്റ്സിനെ മാനേജ് ചെയ്യുന്നത്. അപ്പം നോട്ടിഫൈ ചെയ്യുന്നത് നമ്മുടെ ബയോഡൈവേഴ്സിറ്റി ആക്ടിന്റെ കീഴിലാണ്, 2002 ബയോഡൈവേഴ്സിറ്റി ആക്ടിന്റെ കീഴിലാണ്. സ്റ്റേറ്റ് ഗവൺമെന്റ് ആണ് നോട്ടിഫൈ ചെയ്യുന്നത്. റൂൾസ് ഒക്കെ ഫ്രെയിം ചെയ്യുന്നത് സ്റ്റേറ്റ് തന്നെയാണ് ഇൻ കൺസൾട്ടേഷൻ വിത്ത് സെൻട്രൽ ഗവൺമെന്റ്. ആൻഡ് നാഷണൽ ബയോഡൈവേഴ്സിറ്റി അതോറിറ്റിയാണ് ഏതൊക്കെ സൈറ്റ് സെലക്ട് ചെയ്യാം എന്നുള്ളതിനെ പറ്റി അഡ്വൈസ് ചെയ്യുന്നത്. ആൻഡ് BMC അല്ലെങ്കിൽ ബയോഡൈവേഴ്സിറ്റി മാനേജ്മെന്റ് കമ്മിറ്റിയാണ് ഇതിന്റെ ഓവറോൾ മാനേജ്മെന്റ് നടത്തുന്നത്. ഇനി എന്തൊക്കെയാണ് ഇതിൻ്റെ ക്രൈറ്റീരിയാസ് എന്നാണ് ഞാൻ പറയുന്നത്. നമ്മളിത് എങ്ങനെയാണ്, എക്കോളജിക്കലി ഫ്രജൈൽ ആയിട്ടുള്ള ഒരു റീജിയൻ ആണ്. അതുപോലെ തന്നെ ബയോഡൈവേഴ്സിറ്റി വളരെ റിച്ച് ആയിട്ടുള്ള ഏരിയാസ് ആയിരിക്കും, റിച്ച് ബയോഡൈവേഴ്സിറ്റി ഉള്ള ഏരിയാസ് ആയിരിക്കും, എക്കോളജിക്കലി ഫ്രജൈൽ ആയിരിക്കും. അതുപോലെ തന്നെ ഹൈ എൻഡമിക് സ്പീഷീസ് ഒരുപാട്, അല്ലെങ്കിൽ റയർ സ്പീഷീസ് ഒരുപാടുള്ളതായിരിക്കും, അല്ലെങ്കിൽ അതൊരു എക്കോളജിക്കൽ കോറിഡോറോ അല്ലെങ്കിൽ ഒരു സേക്രഡ് ഗ്രൂവോ, അങ്ങനെ നമ്മൾ വളരെ പ്രിസർവ് ചെയ്യപ്പെടേണ്ട ഒരു എൻവയോൺമെന്റൽ ഏരിയാസ് ആയിരിക്കും, അല്ലെങ്കിൽ ഒരു എക്കോളജിക്കൽ ഏരിയ ആയിരിക്കും ഈ ഒരു ബയോഡൈവേഴ്സിറ്റി ഹെറിറ്റേജ് സൈറ്റ് ആയിട്ട് പ്രഖ്യാപിക്കുന്നത്. ഇപ്പം ഒരു ഏരിയ നമ്മളൊരു പ്രൊട്ടക്റ്റഡ് ഏരിയ ആയിട്ട് പ്രഖ്യാപിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ആക്ടിവിറ്റീസിനൊരു ലിമിറ്റേഷൻ ഉണ്ട്. പക്ഷേ ഈ ഒരു ബയോഡൈവേഴ്സിറ്റി ഹെറിറ്റേജ് സൈറ്റ് ആയിട്ട് പ്രഖ്യാപിക്കുമ്പോൾ നമ്മൾ ലോക്കൽ കമ്മ്യൂണിറ്റീസിനെ ഇൻവോൾവ് ചെയ്യിച്ചുകൊണ്ടാണ് ഇത് നടത്തുന്നത്, അല്ലേ? ആ ഒരു സമയത്ത് അവിടെ നമ്മൾ ഇന്ന ആക്ടിവിറ്റീസ് ചെയ്യാൻ പാടില്ല, അല്ലെങ്കിൽ ഇന്നത് ചെയ്യണം, അങ്ങനെ ഒരു ക്രൈറ്റീരിയൻ ഇല്ല. നമ്മുടെ ബയോഡൈവേഴ്സിറ്റി ഹെറിറ്റേജ് സൈറ്റ് ആയി എന്ന് വെച്ചിട്ട് അവിടെ ഒരു റെസ്ട്രിക്ഷൻ ഒന്നും വരത്തില്ല. അല്ലെങ്കിൽ ആ കമ്മ്യൂണിറ്റി തന്നെ തീരുമാനിക്കണം, ഓക്കെ നമ്മൾ ഇന്ന ആക്ടിവിറ്റീസ് ഇവിടെ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു ബയോഡൈവേഴ്സിറ്റി ഇല്ലാണ്ടാകും. അങ്ങനെയാണെങ്കിൽ ആ ഒരു കമ്മിറ്റി തന്നെ തീരുമാനിക്കണം ഇതൊന്നും ഇവിടെ ചെയ്യണം. പക്ഷേ ബയോഡൈവേഴ്സിറ്റി ഹെറിറ്റേജ് സൈറ്റ് ആയി എന്ന് പറഞ്ഞിട്ട് അവിടുത്തെ ലോക്കൽ കമ്മ്യൂണിറ്റീസിന്റെ ആ ഒരു എക്സിസ്റ്റിംഗ് ആക്ടിവിറ്റീസിനെ ഒന്നും അതൊരു പ്രൊഹിബിഷൻ അല്ലെങ്കിൽ ഒരു പ്രിവെൻഷൻ അല്ല. അടുത്തത്
ഏതൊക്കെയാണ് നമ്മുടെ ഇന്ത്യയിലെ ബയോഡൈവേഴ്സിറ്റി ഹെറിറ്റേജ് സൈറ്റ്സ് എന്നുള്ളതാണ്. ആസ് പെർ നമ്മുടെ നാഷണൽ ബയോഡൈവേഴ്സിറ്റി അതോറിറ്റിയുടെ വെബ്സൈറ്റിൽ ഇപ്പോൾ 54 സൈറ്റ്സ് ഉണ്ടെന്നാണ് കാണിക്കുന്നത്. ആൻഡ് ലേറ്റസ്റ്റ് വൺ എന്ന് പറയുന്നത് മേഘാലയയിലെ മാവ്തെങ് ആണ്. മാവ്തെങ് ബയോഡൈവേഴ്സിറ്റി ഹെറിറ്റേജ് സൈറ്റ് ആണ് ലേറ്റസ്റ്റ് ആയിട്ട് പറയുന്നത്. ആൻഡ് ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് നെല്ലൂർ ടാമറിൻഡ് ഗ്രൂവ് ആണ്. കർണാടകയിലെ നെല്ലൂർ ടാമറിൻഡ് ഗ്രൂവ്സ് ആയിരുന്നു ഫസ്റ്റ് പ്രഖ്യാപിച്ചത് 2007. ഇപ്പോൾ ലേറ്റസ്റ്റ് എന്ന് പറയുന്നത് മാവ്തെങ് ബയോഡൈവേഴ്സിറ്റി ഹെറിറ്റേജ് സൈറ്റ് ആണ്. അത് മേഘാലയയിലാണ്. ആൻഡ് മൊത്തത്തിൽ ആസ് പെർ NBA വെബ്സൈറ്റ് അവിടെ 54 സൈറ്റ്സ് ഉണ്ട്. ആൻഡ് ദാറ്റ് ടു ഇൻ 16 സ്റ്റേറ്റ്സ്. ഇതൊക്കെയാണ് ബയോഡൈവേഴ്സിറ്റി ഹെറിറ്റേജ് സൈറ്റ്സ് ഉള്ളത്. അത്ര ഡീപ്പായിട്ട് പോകണം എന്നില്ല. അല്ലെങ്കിൽ ജസ്റ്റ് ഓൺ ടൈം ഇത് ഏതൊക്കെ സ്റ്റേറ്റിലാണ് ഏതൊക്കെയാണ് ഉള്ളതെന്നുള്ളത് ജസ്റ്റ് ഒന്ന് നോക്കുന്നത് നല്ലതായിരിക്കും. ആൻഡ് ലേറ്റസ്റ്റ് വണ്ണും നോക്കുന്നത് നല്ലതായിരിക്കും. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ബയോഡൈവേഴ്സിറ്റി ഹെറിറ്റേജ് സൈറ്റ്സിനെ പറ്റി പറയാനുള്ളത്. നമുക്കൊരു MCQ സോൾവ് ചെയ്ത് നോക്കാം. സ്റ്റേറ്റ്മെന്റ്സ് ആണ്. 3 സ്റ്റേറ്റ്മെന്റ്സ് ഉണ്ട്. നമ്മുടെ പുതിയ ടൈപ്പാണ്. ഏത് സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ് അല്ലെങ്കിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ടോ അതാണ്. അപ്പോൾ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് പറയുന്നത് ബയോഡൈവേഴ്സിറ്റി ഹെറിറ്റേജ് സൈറ്റ്സ് ആർ സ്പെസിഫിക് ഏരിയാസ് റെക്കഗ്നൈസ്ഡ് ഫോർ യുണീക് എക്കോളജിക്കൽ ഫ്രജൈൽ എക്കോസിസ്റ്റംസ് അണ്ടർ ബയോഡൈവേഴ്സിറ്റി ആക്ട് ഓഫ് 2002. ശരിയാണ് അല്ലേ? അല്ലെങ്കിൽ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ശരിയായിരിക്കും. ഗിവൺ സ്റ്റേറ്റ്മെന്റ് ഇസ് കറക്റ്റ്. ഇനി സ്റ്റേറ്റ്മെന്റ് 2 എന്ന് പറയുന്നത് ബയോഡൈവേഴ്സിറ്റി ഹെറിറ്റേജ് സൈറ്റ്സ് ആർ ഡിക്ലെയർഡ് ബൈ സെൻട്രൽ ഗവൺമെന്റ് ഇൻ കൺസൾട്ടേഷൻ വിത്ത് സ്റ്റേറ്റ് ഗവൺമെന്റ്. ശരിയാണോ? അല്ല. ബയോഡൈവേഴ്സിറ്റി ഹെറിറ്റേജ് സൈറ്റ്സ് ആരാണ് ഡിക്ലെയർ ചെയ്യുന്നത്? നമ്മുടെ സ്റ്റേറ്റ് ഗവൺമെന്റ് ആണ് ഡിക്ലെയർ ചെയ്യുന്നത് അല്ലേ? അപ്പൊ ഈ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. ഇറ്റ് ഇസ് നോട്ട് ഡിക്ലെയർഡ് ബൈ സെൻട്രൽ ഗവൺമെന്റ്, ഇറ്റ് ഇസ് ഡിക്ലെയർഡ് ബൈ സ്റ്റേറ്റ് ഗവൺമെന്റ്. അടുത്ത തേർഡ് സ്റ്റേറ്റ്മെന്റ്, the biodiversity heritage sites are managed by biodiversity management committees or appropriate institution as declared by relevant local bodies. ഇതവിടെ പറയാൻ വിട്ട ഒരു കാര്യമാണ്. അതായത് ഇപ്പോൾ ഒരു ഏരിയയിൽ BMC ഇല്ല, ബയോഡൈവേഴ്സിറ്റി മാനേജ്മെന്റ് കമ്മിറ്റി ഇല്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടുത്തെ ലോക്കൽ ഗ്രൂപ്പ് തന്നെ തീരുമാനിക്കും. ഒരു കമ്മിറ്റി ഫോം ചെയ്തിട്ട് ഈ കമ്മിറ്റി ആയിരിക്കും ഈ ഒരു ബയോഡൈവേഴ്സിറ്റി ഹെറിറ്റേജ് സൈറ്റിനെ ടേക്ക് കെയർ ചെയ്യുന്നത് അല്ലെങ്കിൽ മാനേജ് ചെയ്യുന്നത്. അപ്പോൾ ഈ സ്റ്റേറ്റ്മെന്റും ശരിയാണ്. ഒന്നുകിൽ BMC ആയിരിക്കും, അല്ല BMC ഇല്ല എന്നുണ്ടെങ്കിൽ ആ ഒരു ലോക്കൽ ഏരിയ തന്നെ തീരുമാനിക്കും ഇത് എന്ത് ചെയ്യണം എന്നുള്ളത്. ഒരു കമ്മിറ്റി അവർ തന്നെ ഫോം ചെയ്തിട്ട് അതായിരിക്കും ഈ BHSനെ മാനേജ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ തേർഡ് സ്റ്റേറ്റ്മെന്റ് ശരിയാണ്, സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. അപ്പം നമുക്ക് ആൻസർ വിൽ ബി C. അപ്പോൾ ഇതാണ് നമ്മുടെ ബയോഡൈവേഴ്സിറ്റി ഹെറിറ്റേജ് സൈറ്റ്സ് എന്ന് പറയുന്നത്. I hope the topic is clear. See you with another topic.